ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിലേക്ക് ഇത് ഷെയർ ചെയ്ത് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരായിരം നന്ദിയുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആണെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകളാണ് ചെയ്യുന്നത്. യിൽ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു കാര്യം നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ ഓൾമോസ്റ്റ് ഈ കമൻറ്റ് ബോക്സിലും എല്ലാവരും അയക്കുന്ന ഒരു പൊതുവായിട്ടുള്ള ഒരു മെസ്സേജാണ്, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എങ്ങനെ ജോലി കിട്ടും, അവിടെ ഏത് എക്സാമാണ് എഴുതേണ്ടത് എന്ന് പറഞ്ഞിട്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാ വീഡിയോകളിലും എല്ലാതും തന്നെ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ അപ്ലൈ ചെയ്യാം, ഗവൺമെൻറ്റിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം, എങ്ങനെ കിട്ടും എന്നുള്ള കാര്യം, ഇവിടെ വരുന്ന ക്രൈറ്റീരിയങ്ങൾ എന്തൊക്കെ ഇത് വേണം എന്നുള്ളത്. എന്നിരുന്നാൽ പോലും എല്ലാവർക്കും വീണ്ടും 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 ഡൗട്ടാണ്. അപ്പം ഞാൻ ഓർത്തു ഓരോന്നായിട്ട് പറയുവാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യും, മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത്. അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് വരാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ നാട്ടിലെ പോലെ PSC എഴുതുന്ന പോലെ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഗവൺമെന്റിലേക്ക് ജോലി കിട്ടാനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. എക്സാമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ സാധാരണ നിങ്ങൾ ഏത് എമിറേറ്റ്സിലാണ് വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അബുദാബിയിലാണ് വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ DOH ഒരു ഹാദ് അല്ലെങ്കിൽ അലൈൻ ഭാഗത്തൊക്കെ ആണെങ്കിൽ DOH ഹാദ് എക്സാം എഴുതണം. അല്ല നിങ്ങൾ കൈമ, ഫുജറ, ഷാർജ, അജുമാൻ അങ്ങനത്തെ ഏരിയകളിലൊക്കെയാണ് നിങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ MOH ആണ് എഴുതേണ്ടത്. MOH എക്സാം ആണ് എഴുതേണ്ടത്. അല്ല നിങ്ങൾ ദുബായിലേക്കാണ് വരാനിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എഴുതുന്നത് DH എക്സാം ആണ് എഴുതേണ്ടത്. അപ്പൊ ഇതാണ് നമുക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ജോലി കിട്ടാനായിട്ട് നമുക്ക് ലൈസൻസ് വേണം. ആ ലൈസൻസിനുള്ള ഒരു എക്സാമുകളാണ് ഇന്ന എമിറേറ്റ്സിൽ എടുക്കേണ്ട എക്സാമുകൾ. അപ്പൊ നിങ്ങൾ അതായത് ഏതിലേക്കാണ് വരാൻ ഉദ്ദേശിക്കണമെങ്കിൽ അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് എക്സാം എഴുതുക. എക്സാം എഴുതിയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഡാറ്റ ഫ്ലോ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ എന്ത് എക്സ്പീരിയൻസ്, ഇപ്പോൾ സ്റ്റിൽ വിത്തൗട്ട് എക്സ്പീരിയൻസിലും ഡാറ്റ ഫ്ലോ വിത്ത് നമ്മുടെ സർട്ടിഫിക്കറ്റ് മാത്രം വെച്ചിട്ടും ഡാറ്റ ഫ്ലോ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, എലിജിബിലിറ്റിക്ക് വേണ്ടിയിട്ട് കൊടുക്കുക. ആ എലിജിബിലിറ്റി എന്ന് പറയുന്നതാണ് നമ്മുടെ ലൈസൻസ് എന്ന് പറയുന്ന സാധനം. ആ എലിജിബിലിറ്റി ഉണ്ടെങ്കിലാണ് നമുക്ക് ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ എന്താക്കാൻ പറ്റുള്ളൂ, എലിജിബിലിറ്റി അവർ നമുക്ക് ലൈസൻസ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എലിജിബിലിറ്റി ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. വൺസ് എക്സാം പാസ്സായതിനു ശേഷം ഡാറ്റ ഫ്ലോ ചെയ്യുക, അതിനുശേഷം എലിജിബിലിറ്റി എടുക്കുക, പിന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എല്ലാം ഇന്ത്യൻ എംബസി അറ്റസ്റ്റേഷൻ ചെയ്യുക, അതുപോലെ തന്നെ UAE എംബസി അറ്റസ്റ്റേഷനും കൂടി ചെയ്യുക. ഈ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പ്രീവിയസ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട സൈറ്റോ കാര്യങ്ങളോ വേണമെങ്കിൽ എന്നെ ഫോളോ ചെയ്യുക. യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമന്റിൽ ജോബ് എന്ന് ഇട്ടാൽ മതി. ഞാൻ ഓൾമോസ്റ്റ് ഉള്ള ഇമെയിൽ IDസുകളും ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോർവേഡ് ചെയ്ത് തരാം. നിങ്ങൾ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അപ്പോൾ അല്ലാണ്ട് ഇപ്പോൾ ഗവൺമെന്റിലാണെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ദുബായ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ദുബായ് കരിയറിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കുള്ളത് അപ്ലൈ ചെയ്യേണ്ടത്. അല്ലാണ്ട് എക്സാമോ കാര്യങ്ങളോ ഒന്നും നമ്മൾ സെപ്പറേറ്റ് എവിടെയും ഏതിനും എഴുതേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഇന്റർവ്യൂ വെല്ലായിട്ട് പെർഫോം ചെയ്യണം. നമ്മുടെ ഇന്റർവ്യൂ എങ്ങനെ പെർഫോം ചെയ്യുന്നു അതുപോലെ ഇരിക്കും നമുക്ക് ജോലി കിട്ടുന്നത്. അത് ഞാൻ മുന്നത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടെൻഷനും കാര്യങ്ങളും ഇല്ല. എന്തിനാ ടെൻഷൻ അടിച്ചിട്ട് നമുക്കൊന്നും തന്നെ കിട്ടാൻ പോകുന്നില്ല. നമുക്ക് അറിയുന്ന കാര്യങ്ങളെ ആ ഇന്റർവ്യൂ സമയത്ത് ചോദിക്കുന്നുള്ളൂ. നമ്മൾ പ്രാക്ടീസ് ചെയ്ത കാര്യം, നമ്മൾ പഠിച്ച കാര്യങ്ങളെ കുറിച്ച് തന്നെയാണ് അവിടെ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ കുറെ പാനിക്കായിട്ട് ടെൻഷനൊക്കെ ആയി കഴിയുമ്പോൾ ഇന്റർവ്യൂവിന് പോയിട്ട് നമ്മൾ എന്താവും, ടെൻഷൻ അടിച്ചിട്ട് നമുക്കൊന്നും പറയാൻ കിട്ടില്ല. ചിലപ്പോൾ നമ്മൾ വെല്ലായിരിക്കും, നമുക്ക് അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം, പക്ഷെ നമ്മളെ ടെൻഷൻ അടിച്ചിട്ടുണ്ടാക്കും, നമുക്കൊന്നും കിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല കോൺഫിഡന്റ് ആയിട്ട് ടെൻഷനും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് പോയിട്ട് കിട്ടിയില്ലെങ്കിൽ വേണ്ട, അടുത്ത് ട്രൈ ചെയ്യാലോ എന്നുള്ള ഒരു മൈൻഡിൽ പോവുക. ഇന്റർവ്യൂ നന്നായിട്ട് എന്ത് ചെയ്യുക, പെർഫോം ചെയ്യുക. ചോദിക്കുന്നതിനൊക്കെ നന്നായിട്ട് ആൻസർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ CV, നിങ്ങളൊരു നല്ലൊരു CV എന്ത് ചെയ്യുക, ഉണ്ടാക്കുക. നല്ലൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് കൊടുത്തിട്ട് നല്ലൊരു CV ഉണ്ടാക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു CV ഒരു ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ ആണ് നമുക്ക് ജോലി കിട്ടാനായിട്ട്. നിങ്ങളുടെ CV നല്ലതല്ലെങ്കിൽ അപ്പം തന്നെ നിങ്ങൾക്ക് റിജക്ഷൻ വരാം. അപ്പോൾ നല്ലൊരു CV ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് പെർഫോം ചെയ്ത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ചിലപ്പോൾ 1 2 ചിലപ്പോൾ 10 അറ്റൻഡ് ചെയ്തിട്ട് കിട്ടിയെന്ന് വരില്ല. പക്ഷെ ഒരു എന്ത് ചെയ്യുക, നിങ്ങൾ ഡെയിലി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻറ്റ് വരും. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പരിചയമാവും. അന്നേരം നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, വെല്ലായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും.
എന്നിട്ട് എന്ത് ചെയ്യുക, പോവുക, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് നോക്കുക, വെയിറ്റ് ചെയ്യാം. അപ്പൊ പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലായിടത്തും ഇപ്പൊ നല്ല സാലറി കിട്ടുമെന്നില്ല. ഇപ്പൊ 5000, 6000, 7000 നിങ്ങൾ വലിയ സാലറി വിളിച്ച് ഫ്രഷേഴ്സ് ഒന്നും ഇവിടെ വന്ന് ജോലി നോക്കരുത്. നിങ്ങൾക്ക് വലിയ സാലറി ഒന്നും കിട്ടില്ല. യു എയിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് നല്ല സാലറി കിട്ടും. നിങ്ങൾക്ക് അങ്ങോട്ട് ഡിമാൻഡ് ചെയ്യാം, എനിക്ക് ഇത്ര സാലറി വേണം, എനിക്ക് പ്രീവിയസ് ഇത്രയായിരുന്നു എന്ന്. അല്ല, നിങ്ങളൊരു ഫ്രഷർ ആയിട്ട് വന്നിട്ട് നിങ്ങൾ മോർ സാലറി എക്സ്പെക്ട് ചെയ്യരുത്. മാക്സിമം നിങ്ങൾക്ക് ഒരു 5000ന്റെ ഉള്ളിൽ സാലറി കിട്ടുള്ളൂ. പിന്നെ ഡിപ്പെൻഡ് ഓൺ നിങ്ങളുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് സാലറി കൂടുതൽ കിട്ടാനായിട്ടും. പിന്നെ നിങ്ങളുടെ എന്ത് ചെയ്യുക, ഇന്റർവ്യൂ പെർഫോമൻസ് അനുസരിച്ചിട്ടും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പല പല ക്രൈറ്റീരിയകളുണ്ട്, സ്പെഷ്യാലിറ്റി ഏരിയകൾ. ICU ആണെങ്കിൽ ഇപ്പോൾ എമർജൻസി ICU, ഓപ്പറേഷൻ തിയേറ്റർ, അങ്ങനത്തെ സ്ഥലങ്ങളിലാണെങ്കിൽ കുറച്ചും കൂടി സാലറി നമുക്ക് മോറായിട്ട് എക്സ്പെക്ട് ചെയ്യാം. എന്നിരുന്നാൽ പോലും ഫ്രഷേഴ്സിന് മോർ സാലറി നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യരുത്. 4000 to 5000 അല്ലെങ്കിൽ മാക്സിമം ഒരു 6000 ഉള്ളിലുള്ള സാലറിയെ ഫ്രഷേഴ്സിന് കിട്ടുള്ളൂ, ഒരു രജിസ്റ്റേർഡ് നേഴ്സിന്. അതിലും കൂടുതൽ നമുക്ക് ഇവിടെ കിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ഇവിടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കാം, വേറെ ജോലിയിലേക്ക് മാറാം. അപ്പോൾ ഞാൻ അതിനെ കുറിച്ചിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ 1 ഇയറിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് വേറെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കാം. നിങ്ങൾക്ക് നല്ലൊരു സാലറി എന്ത് ചെയ്യാം, നല്ലൊരു ഇതിലും കൂടുതൽ സാലറി കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് റിസൈൻ വെച്ചിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യാം, മറ്റേ ജോലിയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ സൈറ്റും കാര്യങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലിങ്കൻഡ്, നാക്കുരി ഗൾഫ്, ഇൻഡീഡ്, അങ്ങനത്തെ സംഭവം ആപ്പുകളൊക്കെയാണ്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നിങ്ങളുടെ CV കാര്യങ്ങൾ എന്ത് ചെയ്യാം, അതാത് കാറ്റഗറി അനുസരിച്ചിട്ട് CV പ്രിപ്പയർ ചെയ്യുക. ഒരു 4-5 CV പ്രിപ്പയർ ചെയ്യുക. ഇപ്പോൾ ഹോം കെയറിൽ അങ്ങനത്തേലൊക്കെ നിങ്ങൾ അത് ബേസിട്ടുള്ള ഒരു CV എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. അതുപോലെ ഹോസ്പിറ്റലിലേക്ക്, ക്ലിനിക്കിലേക്ക് അങ്ങനത്തെ ഒരു CV, അങ്ങനെ എന്ത് ചെയ്യുക, 2-3 CVകൾ ഡിഫറെൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അതാത് കാറ്റഗറിക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, അതിലേക്ക് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. നിങ്ങളിപ്പോൾ വൺസ് ഈ ആപ്പുകളെല്ലാം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത് 1 by 1 ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ വൺസ് CV അപ്ലോഡ് ചെയ്തിട്ട് കഴിഞ്ഞ് നിങ്ങൾക്ക് കുറേ നോട്ടിഫിക്കേഷൻ അതിനകത്ത് വരും. അപ്പോൾ എന്ത് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വരുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പറ്റിയ ജോലി ഏതാണെന്നുള്ളത് നിങ്ങൾ ഇതാക്കിയിട്ട് എന്ത് ചെയ്യുക, അതിലേക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. അതുപോലെ തന്നെ ഗവൺമെന്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ദുബായ് കരിയർ ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ല, നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങളും എന്ത് ചെയ്യാം, നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിൽ 1 by 1 ആയി ചോദിക്കും. നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ എഡ്യൂക്കേഷൻ, ക്വാളിഫിക്കേഷൻ എല്ലാം ചോദിക്കും. എല്ലാം ചെയ്ത് നിങ്ങളുടെ CV അപ്ലോഡ് ചെയ്തിട്ട് കഴിയുമ്പോൾ അതിലും ഇതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം, നിങ്ങൾക്ക് ഏത് ജോലിയാണ് വേണമെങ്കിൽ സെർച്ച് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഏത് ഏരിയയിലാണ് വേണ്ടെങ്കിൽ സെർച്ച് ചെയ്യാം. എന്നിട്ട് അതിലും എന്ത് ചെയ്യുക, നിങ്ങളുടെ CV കാര്യങ്ങളും അപ്ലോഡ് ചെയ്തിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കുറേ സൈറ്റ്, ഇമെയിൽ ID കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ ഇത് വേണമെങ്കിൽ നിങ്ങൾ ജോബ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് സൈറ്റും കാര്യങ്ങളോ എന്ത് ചെയ്യാം, മെസ്സേജ് അയക്കാം. നിങ്ങൾ അതിലും കയറി എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. അത്രയും മാത്രം പോരാ, നിങ്ങൾ ഡയറക്റ്റ് പോയിട്ട് ഇപ്പോൾ ഒരുവിധം എല്ലായിടത്തും, ഇപ്പോൾ AI ആയതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലായിടത്തും തന്നെ ഡയറക്റ്റ് ഇപ്പോൾ CV എന്ത് റിസീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എവിടെയാണ് കൂടുതൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ദുബായിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ജുമേറ 1, 2, 3 അങ്ങനത്തെ ഏരിയകളിലൊക്കെ മോർ ക്ലിനിക്സുകളുണ്ട്. എനിക്ക് തോന്നുന്നു മോർ ദാൻ 100 ക്ലിനിക്സ് അവിടെ ആ ഏരിയയിലൊക്കെ ഉണ്ട്. പല പല സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾ എന്ത് ചെയ്യുക, ദുബായിലുള്ളവരാണെങ്കിൽ അവിടെ പോവുക. പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ദിവസം അവിടെ പോവുക. ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് പറ്റുമെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ ഒരു ഏരിയ ആയിട്ട് ചൂസ് ചെയ്തിട്ട് പോയിട്ട് എല്ലായിടത്തും എല്ലാ ക്ലിനിക്കിലും കയറുക. അപ്പോൾ എപ്പോഴും പോകുമ്പോൾ എന്ത് ചെയ്യുക, രാവിലെ സമയങ്ങളിൽ പോകാൻ നോക്കുക. എന്നിട്ട് പോയിട്ട് എന്ത് ചെയ്യുക, ക്ലിനിക്കിൽ കയറുക. നിങ്ങൾ ചോദിക്കുക, ഇവിടെ വല്ല വേക്കൻസി ഉണ്ടോ, അല്ലെങ്കിൽ മെയിൽ ID കിട്ടുമോ എന്ന് പറഞ്ഞ് ചോദിക്കുക. അപ്പോൾ അവർ അപ്പം തന്നെ അവിടെ റിസപ്ഷനിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ അവിടെയുള്ള ആരാണോ രജിസ്ട്രേഷനിലുള്ളത് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. അവരുടെ മെയിൽ ID തരും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു മെയിൽ ID കിട്ടി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ചെന്ന് വൈകിട്ട് എന്നിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അങ്ങനെ നിങ്ങൾ ഓരോ ക്ലിനിക്കിലും ചെന്ന് എന്ത് ചെയ്യുക, ചോദിക്കുക. നാണക്കേടോ കാര്യങ്ങളോ ഒന്നും ഒരാവശ്യമില്ല. എന്താ വെച്ചാൽ നമുക്ക് ജോലി വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് അന്വേഷിക്കുന്നു അതുപോലെ ഇരിക്കും നമുക്ക് ജോലി കിട്ടുന്നതും. അല്ലാണ്ട് വെറുതെ കുറേ സൈറ്റിൽ കയറി അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. അവർ വിളിക്കട്ടെ എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ അങ്ങോട്ടും പോയിട്ട് എന്ത് ചെയ്യുക, നടന്ന് അന്വേഷിക്കുക. അപ്പോൾ ഇതുപോലെ പോയിട്ട് അന്വേഷിക്കുക. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലാണെങ്കിൽ നിങ്ങൾ HRD പോവാം. HR എവിടെയെന്ന് ചോദിച്ചിട്ട് പോയിട്ട് എന്ത് ചെയ്യുക, പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ ഓൾമോസ്റ്റ് അധികം CV അവിടെ റിസീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഏരിയകളൊക്കെ എവിടെയാണെന്നുള്ളത് നിങ്ങൾ ആദ്യം നോക്കി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഏരിയകളിലോ എന്നും പോയിട്ട് എന്ത് ചെയ്യുക, ഓരോരോ സ്ഥലങ്ങളിൽ പോയിട്ട് കൊടുക്കുക. ഒറ്റയടിക്ക് നമുക്ക് എല്ലായിടത്തും പോകാൻ പറ്റില്ല. അപ്പോൾ ഓരോ ദിവസമായിട്ട് ഇങ്ങനെ പോയി എന്ത് ചെയ്യുക,
കൊടുക്കുക, CV കൊടുക്കുക. അവിടെ പോയി കൊടുക്കാൻ പറ്റുന്നത് റിസീവ് ചെയ്യുന്നവർ റിസീവ് ചെയ്യും, അല്ലാത്തവരുടെ നിന്ന് മെയിൽ ID വാങ്ങിയിട്ട് അയക്കാം. ഇങ്ങനെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് എന്തായാലും വിത്തിൻ 1 മന്തിൻ്റെ ഉള്ളിലല്ല, വിത്തിൻ 1 വീക്കിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ജോലി ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ എങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്നു അതുപോലെ ഇരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടുന്നതും. പലരും മെസ്സേജ് അയക്കുന്നുണ്ട് 1 മന്തായി 2 മന്തായി ഇതുവരെ ജോലി കിട്ടിയില്ല, ഒന്നും ഹോസ്പിറ്റലിൽ വിളിക്കുന്നില്ല, ക്ലിനിക്കിൽ കിട്ടുന്നില്ല, ഹോം കെയറിൽ മാത്രമേ ഉള്ളൂ. ഹോം കെയറും ഒരു നല്ല ജോലി തന്നെയാണ്. ഹോം കെയറിനെ കുറിച്ചിട്ട് ഞാൻ പ്രീവിയസ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ എയിം എന്താ, നിങ്ങൾക്ക് എവിടെയെങ്കിലും കയറി നല്ലൊരു സാലറിയിൽ എവിടെയെങ്കിലും ജോലിക്ക് കയറുക. അപ്പോൾ എവിടെയും കിട്ടിയില്ലെങ്കിലും ഹോം കെയർ എങ്കിലും നോക്കുക. ഹോം കെയറും നമ്മുടെ സാധാ പോലെ തന്നെയാണ്, അതും വലിയ ഡിഫിക്കൽട്ടോ കാര്യങ്ങളോ ഇല്ല. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഞാൻ പ്രീവിയസ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അറിയണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാൻ, ഞാൻ ഹോം കെയറിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽസ് വൈസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയൊക്കെ കുറേ പേർക്ക് ഫ്രഷറായിട്ട് കയറി വന്നവർക്കൊക്കെ കുറേ പേര് പ്ലേസ്മെന്റ് കിട്ടി, അവരൊക്കെ ഇപ്പോൾ ജോലി എടുക്കുന്നുണ്ട്. ഗവൺമെന്റിലേക്ക് അങ്ങനെ സെപ്പറേറ്റ് സൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇൻക്ലൂഡിങ് ഗവൺമെന്റിലടക്കം നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ഗവൺമെന്റിൽ മെയിനായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഫ്രഷേഴ്സിനെ അങ്ങനെ എടുത്തു വന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഏറ്റവും മുൻഗണന ഗവൺമെന്റിലൊക്കെ കൊടുക്കുന്നത്. അങ്ങനെയുള്ളവരെയാണ് മോറായിട്ട് വിളിക്കുന്നത്. പിന്നെ ഡിപ്പെൻഡ് ഓൺ നിങ്ങളുടെ നല്ല പ്രീവിയസ്, നിങ്ങൾക്ക് ഇപ്പോൾ സ്പെഷ്യാലിറ്റി എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് കേട്ടോ. ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ മോർ റിലേറ്റഡ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ മോർ എന്തെങ്കിലും അറിയണമെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് മെസ്സേജ് അയക്കണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആണെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.